കോഴിക്കോട് പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് 5 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളുമായി കാറിൽ കടന്നു കളഞ്ഞ പ്രതിയെ സിനിമാ സ്റ്റൈലിൽ പിടികൂടി പോലീസ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ലഹരിക്കടത്ത് മാഫിയയുടെ പ്രധാന കണ്ണിയായ രണ്ടത്താണി സ്വദേശി അബ്ദുൾ നാസറിനെയാണ് കസബ പോലീസ് കാറിന് പിന്നാലെ കുതിച്ച് റോഡിനു കുറുകെ ജീപ്പ് നിർത്തി തടഞ്ഞ് പിടികൂടിയത്. പ്രതിയിൽ നിന്നും കഞ്ചാവും MDMAയും പിടികൂടി. സിനിമകളിലെ ചേസിംഗ് രംഗത്തിന് സമാനമായ രംഗങ്ങൾക്കാണ് കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിച്ചത്. കസബ SI U സനീഷും സംഘവും പട്രോളിംഗ് നടത്തുമ്പോൾ മലപ്പുറം രണ്ടത്താണി സ്വദേശിയായ അബ്ദുൽ നാസർ ഓടിച്ചു വന്ന കാർ സംശയം തോന്നി നിർത്താൻ ആവശ്യപ്പെട്ടു. കാർ നിർത്താതെ പോയതോടെ SI സനീഷും സംഘവും അതിനെ പിന്തുടർന്നു. പുതിയറ ജംഗ്ഷനിലെ സിഗ്നലിൽ നിർത്തിയാൽ പോലീസ് പിടിക്കുമെന്ന് കണ്ടതോടെ പ്രതി കാറുമായി ജില്ലാ ജയിൽ റോഡിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കസബ പോലീസിന്റെ ജീപ്പ് റോഡിന് കുറുകെയിട്ട് പിടികൂടുകയായിരുന്നു. തുടർന്ന് കാർ പരിശോധിച്ചപ്പോഴാണ് ഡ്രൈവർ സീറ്റിന്റെ പിൻവശത്തു നിന്നും ഡിക്കിയുടെ ഭാഗം വരെ ഉണ്ടാക്കിയ രഹസ്യ അറയിൽ സൂക്ഷിച്ച നിലയിൽ 1.633 കിലോ കഞ്ചാവും 19.210 ഗ്രാം MDMAയും കണ്ടെത്തിയത്. മലപ്പുറം ഭാഗത്തു നിന്നുള്ള ഒരാൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി എത്തിച്ചു നൽകുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കോഴിക്കോട് ടൗൺ ACP KV പ്രമോദന്റെ നേതൃത്വത്തിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി അബ്ദുൽ നാസർ ഉണ്ടായിരുന്നത്. പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ലഹരിക്കടത്തുകാരനായ പ്രതിയെ പിടികൂടാനായി കസബ ഇൻസ്പെക്ടർ P ജിമ്മിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ സഹായവും ഉണ്ടായിരുന്നു. കസബ ASI P സജീഷ് കുമാർ, സീനിയർ CPOമാരായ K ഷിജിത്ത്, P ദീപു, അബ്ദുറഹ്മാൻ, N രതീഷ്, സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ M ഷാലു, CK സുജിത്ത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.